അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് കോൺസ്റ്റബിൾ അഞ്ജനയായിരുന്നു. അവൾ തന്റെ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് പേടിയോടെ നോക്കി. മക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴേക്കും അയാൾ എന്റെ മോനെ കൊണ്ടുപോയിരുന്നു. വിവാഹ ദിവസം സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാ എങ്ങനെയുണ്ടാവും? നിങ്ങൾ 4 മാസം ഗർഭിണിയാണ്. ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. മായയ്ക്ക് ഇപ്പോഴും അറിയാത്ത കാര്യമാണ് തന്റെ കുട്ടികളുടെ അച്ഛനാര എന്നത്. ജീവിതത്തിൽ കുറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തതാണ് അവൾ. ഇനിയും ഏറെയുണ്ട് അവളുടെ മുൻപിൽ. അതിൽ പ്രധാനം നഷ്ടപ്പെട്ട തന്റെ മകനെ കണ്ടെത്തണം. പിന്നെ ഒരിക്കലെങ്കിലും അറിയണം താൻ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്ന്. എന്താണ് തനിക്ക് സംഭവിച്ചത്? തനിക്ക് ഗർഭം സമ്മാനിച്ച ആളെയും കണ്ടെത്തണം. അയാളുടെ മുൻപിൽ ചെന്ന് നിന്ന് എന്തിന് തന്നോട് ഇത് ചെയ്തതെന്ന് ചോദിക്കണം. എന്നിട്ട് അയാൾ എന്ത് നേടിയെന്ന്, എന്തുകൊണ്ട് തന്നെ അയാൾ അന്വേഷിച്ചു വന്നില്ല എന്നും ചോദിക്കണം. എയർപോർട്ടിന്റെ എൻട്രൻസ് എത്താറായപ്പോഴാണ് മായ അവിടെ ഒരു പരിചിത മുഖം കാണുന്നത്. അയാളെ അവൾ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് മറ്റാരുമല്ല, മായയുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവ് അജയ് മേനോൻ. അജയ് മേനോൻ, കാരാട്ട് വിശ്വനാഥ മേനോന്റെ മകൻ. അവരിങ്ങോട്ട് കൊണ്ടുവന്ന പ്രപ്പോസലാണെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് ഇതോടെ എന്റെ ജീവിതത്തിലെ നല്ല കാലം തുടങ്ങാൻ പോവുകയാണെന്നാണ്. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ദിവസം വന്നെത്തി. ഒരുപാട് പ്രതീക്ഷകളോടെ കതിർമണ്ഡപത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. എന്നാൽ അന്നത്തെ ആ സംഭവം എന്റെ ജീവിതം വേരോടെ തന്നെ തകർത്തെറിഞ്ഞു. ലോകത്ത് ഒരു പെണ്ണിനും സഹിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത ആ കാര്യം എന്റെ ജീവിതത്തിൽ നടന്നു. ഹായ് സുന്ദരി, ഞാൻ അജയ് മേനോൻ. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണോ? മായ കൂളായി മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. തന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് മോളുടെ ഒരു സഹായം കൂടി വേണം. അപ്പോൾ നിന്റെ അമ്മയുടെ ആ സ്ഥലവും അതിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനിയും അതിപ്പോ നിന്റെ പേരിലല്ലേ? അത് വെറുതെ കിടന്നിട്ട് ആർക്കാണ് പ്രയോജനം? അജയ് മൃദുവിനെ കല്യാണം കഴിക്കാൻ പോവാ. അജയുടെ മുത്തച്ഛൻ പറഞ്ഞത് വേറൊന്നും വേണ്ട എന്നാണ്. പിന്നെ ആ കമ്പനി നമ്മൾ നേരത്തെ കൊടുക്കാമെന്ന് തീരുമാനിച്ചതാണല്ലോ. ശേഖറിന് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപേ തന്നെ മായ ശേഖറിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വലിച്ചെറിഞ്ഞു. ഓഹോ, അപ്പൊ ഇതിനായിരുന്നോ നിങ്ങൾ എന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ചു വരുത്തിയത്? ആ സ്ഥലവും കമ്പനിയും കൊന്നാലും ഞാൻ ആർക്കും തരില്ല. നോക്കുമായ, എൻ്റെ പ്രൊഫഷൻ മാറ്റിവെച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കിഡ്നാപ്പിംഗ് കേസുകളിലും നേരിട്ടോ അല്ലാതെയോ കാരാട്ടുകാർക്ക് പങ്കുള്ളതായി ഞങ്ങൾക്ക് പോലും സംശയമുണ്ട്. സോ ബെറ്റർ താൻ തന്നെ അജയ് മേനോനെ പിടിക്കണം.